ഏത് വിധേനയും ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ദൈവത്തിൻ്റെ മക്കളെ തെറ്റിച്ചു കളയുവാനും കണികളിൽ അല്ലെങ്കിൽ കെണികളിൽപ്പെടുത്തി കുടുക്കിക്കളയാനും നശിപ്പിച്ച് കളയാനുമാണ് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാചിൻ്റെ പദ്ധതി അതാണ്, തന്ത്രങ്ങൾ അതാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ദൈവം വിടുവിക്കുന്നവനാണ്. പിശാച് ഏതെല്ലാം കെണിയൊരുക്കിയാലും ഏതൊക്കെ കുടുക്ക് വെച്ചാലും നിങ്ങൾ വീഴില്ല, നിങ്ങൾ അതിലകപ്പെടില്ല. നിങ്ങളുടെ കാലുകളെ അവൻ്റെ സകല കുടുക്കുകളിൽ നിന്നും ദൈവം വിടുവിക്കും. ദൈവം തൻ്റെ വചനം അയച്ച് നമ്മളെ വിടുവിക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മളെ വിടുവിക്കും. ദൈവത്തിന് ഒരുപാട് മാധ്യമങ്ങളുണ്ട് നമ്മളെ വിടുവിക്കുവാൻ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കാര്യം, ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ചില പ്രത്യേക ഘട്ടങ്ങളിൽ തൻ്റെ ഭക്തന്മാരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ച് അവൻ വിടുവിച്ചിട്ടുണ്ട്. ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ എന്ന് പറയും. മാലാഖമാരുടെ, ദൂതന്മാരുടെ ഒരു സന്ദർശനം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാർ, പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവർ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്നവർ പ്രതിസന്ധി ഘട്ടത്തിലാകുമ്പോൾ, അവർ ചില പ്രത്യേക തീരുമാനമെടുക്കാൻ കഴിയാതെ സ്പെഷ്യൽ ഡയലമയിലാകുമ്പോൾ, അങ്ങനെയുള്ള മാനസിക പിരിമുറുക്കത്തിലൊക്കെ ആകുമ്പോൾ, ശത്രുവായവൻ കൊന്നുകളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ പദ്ധതിയിട്ട് ഒറ്റപ്പെടുത്തി കളയുമ്പോൾ, ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നുണ്ട് തൻ്റെ ജനത്തെ വിടുവിച്ചെടുക്കുവാൻ. ദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. പത്രോസിനെ ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവം തലേ ദിവസം അല്ലെങ്കിൽ തൊട്ട് മുമ്പ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദ രാജാവ് വാൾ കൊണ്ട് കൊന്നു. യഹൂദന്മാർക്ക് അത് വലിയ പ്രീതിയായി തോന്നി. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായിയെ കൊന്ന ഈ മാർഗം ഇല്ലാതാക്കാമെന്നാണ് യഹൂദന്മാർ കരുതിയത്. ഹെരോദ രാജാവ് അങ്ങനെ ചെയ്തപ്പോൾ സപ്പോർട്ട് കൂടി. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രധാനിയായ പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. വരുന്ന ദിവസം വിചാരണ ചെയ്ത്, പെസഹ കഴിയുമ്പോൾ വിചാരണ ചെയ്ത് കൊല്ലുക എന്നുള്ള പദ്ധതി കിടക്കുമ്പോഴാണ് അർദ്ധരാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് പത്രോസിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നു. അത്ഭുതകരമായ, അത്യന്തം അത്ഭുതകരമായ ഒരു സംഭവം അപ്പോസ്തലപ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. തൻ്റെ ദൂതനെ അയച്ച് കാവൽക്കാരുടെ കണ്ണുകളെ കുരുടാക്കിക്കൊണ്ട് അവർക്ക് ചലിക്കാൻ അവസരം കൊടുക്കാതെ ദൈവം വിടുവിച്ചു. സഭ അവന് വേണ്ടി ആ സമയത്ത് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ പ്രാർത്ഥനയുടെ മറുപടി അവർ കണ്ടു. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധിക്കകത്തോടെ പോകുമ്പോഴും പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രാർത്ഥിക്കുന്നവൻ മറുപടി കാണും. പ്രാർത്ഥന വിഷയത്തിൻ്റെ മറുപടി പ്രാർത്ഥിക്കുന്നവൻ കാണും. പ്രാർത്ഥിക്കാതിരിക്കരുത്. ദൈവം അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു ദൂതനെയാണ് അയച്ചത്. അവിടെ വേറെ ആരും ഇല്ലാത്ത സ്ഥലം, ദൈവത്തിൻ്റെ ദാസന്മാർക്കാർക്കും ചെല്ലാൻ പറ്റാത്ത ഇടം, ആര് പറഞ്ഞാലും ഫലിക്കില്ല ഹെരോദ രാജാവിന് മുമ്പിൽ. പക്ഷേ ദൈവത്തിന് തൻ്റെ ദൂതനെ അവിടെ അയക്കാൻ പറ്റും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ, ആരും ഇറങ്ങി വരാത്ത, ആർക്കും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു കുടുക്കിനകത്താണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. ദൂതനെ അയച്ചു വിടുവിക്കുന്ന ദൈവം. എത്ര അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൂതന്മാർ, പഴയ നിയമം പഠിച്ചാൽ ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ടായിരുന്നു. ദൂതന്മാരെ ദൈവം അയക്കുമായിരുന്നു. അവർ ദൂതന്മാരെ കാണുമായിരുന്നു, ദൂതന്മാരോട് സംസാരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ദൂതന്മാരെ അയച്ച് ശക്തീകരിക്കുക, ദൂതന്മാരെ അയച്ച് വിടുവിക്കുക, ദൂതന്മാരെ അയച്ച് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. ദൂതന്മാരെ ചുറ്റും പാളയമിറക്കി ദൈവം വിടുവിക്കും. ഹല്ലേലൂയ. 33-ാമത്തെ സങ്കീർത്തനം 18-ാം വാക്യം. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും അവൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിരിക്കുന്നു. അവിടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ,
അവരുടെ ജീവനെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം ദൂതനെ അയക്കും. യഹോവയുടെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ആരും സഹായിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴും ദൈവം ദൂതനെ അയക്കുന്നുണ്ട്. യാക്കോബ് ഭവനത്തിൽ നിന്ന് ഓടിപ്പോയി. ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ ഒരു സന്ധ്യയായ സമയത്ത് ഒരു കുറ്റിക്കാട്ടിൽ, മരുഭൂമിയിലെ നിർജ്ജന പ്രദേശത്തിലെ കുറ്റിക്കാട്ടിൽ ഒരു കല്ല് തലയണയായിട്ട് വെച്ച് കിടക്കുമ്പോൾ അവൻ സ്വപ്നത്തിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ്. സ്വർഗത്തോളം എത്തിയിരിക്കുന്ന ഗോവണി, അതിലൂടെ ദൂതന്മാരെ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ദൈവസാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞു. അവനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ദൂതനെ അവൻ ഒറ്റപ്പെട്ട സ്ഥലത്ത്, ഒറ്റപ്പെട്ട ഇടത്ത്, സ്വന്തമായിട്ടൊരു തലയണ പോലും ഇല്ലാതെ കല്ല് തലയണയായിട്ട് വെച്ച് കിടക്കുന്ന സമയത്ത് ദൂതനെ അയച്ച് സംസാരിക്കുന്ന ദൈവം. ആമേൻ. ആ ദൂതാണ് അവൻ അനുഗ്രഹമായി തീർന്നത്. ദൈവം ദൂതനെ അയക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം ദൂതുമായിട്ട് അയക്കും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-9 വാക്യത്തിൽ ഫറവോ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകുമെന്ന് ശത്രു പറഞ്ഞു. ശത്രുവിൻ്റെ പ്ലാൻ അതാണ്. നിങ്ങളെ പിന്തുടരുക, പിടിക്കുക, കൊല്ലുക, കൊള്ള പങ്കിടുക. എന്നാൽ ശത്രുവിൻ്റെ സകല പദ്ധതികളെയും പൊളിച്ചിട്ട് നിങ്ങളെ വിടുവിച്ചെടുക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 3-ാം 28 വാക്യത്തിൽ യഹൂദ ബാലന്മാർ നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ തീച്ചൂളയ്ക്കകത്ത് പുറത്തു വരുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ആ രാജ്യത്തോട് മുഴുവൻ പറയുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? രാജകൽപ്പന കൂടെ മറുത്ത് സ്വന്തം ദൈവത്തെ ആരാധിക്കുവാൻ തീരുമാനിച്ചവരെ അവരുടെ ദൈവം സ്വന്തം സ്വദൂതനെ അയച്ച് അവരെ വിടുവിച്ചല്ലോ. അവരെ വിടുവിച്ചത്, ആ തീച്ചുളയ്ക്കന്ന് വിടുവിച്ചത് യഹോവയായ ദൈവമായിരുന്നു. തൻ്റെ ദൂതനെ അയച്ചാണ് വിടുവിച്ചത്. അതുകൊണ്ട് നെബൂഖദ്നേസർ പറയുക, രാജകൽപ്പന കൂടെ മറത്തിട്ട് സ്വന്തം ദൈവത്തെ ആരാധിക്കുവാൻ തീരുമാനിച്ചവരെ അവരുടെ ദൈവം തൻ്റെ സ്വന്തം ദൂതനെ അയച്ചു വിടുവിച്ചു. യഹോവയായ ദൈവം ഉന്നതൻ. ഹല്ലേലൂയ. ദൂതനെ അയച്ചു വിടുവിച്ചു. ദാനിയേലിന്റെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു വിടുവിച്ചെന്ന് 6-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. ആമേൻ. ദാനിയേലിന് വരാതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. 6-ാമത്തെ 22 വാക്യം. നിങ്ങൾക്ക് കേടുവരുത്താതിരിക്കുവാൻ, സിംഹങ്ങൾ കേടുവരുത്താതിരിക്കുവാൻ. ആമേൻ. സ്തോത്രം. നിങ്ങളെ വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളെ നശിപ്പിച്ച് കളയും, നിങ്ങളുടെ കുടുംബം കുളന്നുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇനി നീ ഈ നാട്ടിൽ പാർക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഇനി നീ തലമുറയുടെ നന്മ കാണുകയില്ലെന്നൊക്കെ പറഞ്ഞ് ശപിച്ച് പാഞ്ഞെടുക്കുന്ന സിംഹങ്ങളുണ്ട് ദേശങ്ങളിൽ. അവരുടെ നടുവിൽ തൻ്റെ സ്വന്തം ദൂതനെ അയച്ച് നിങ്ങൾക്ക് കേടുവരാതെ നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. കേടുവരാതെ. ആമേൻ. ദൂതനെ അയക്കും കേട്ടോ. കേടുവരാതിരിക്കണം. നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മനസ്സിന് കേടുവരാതെ സൂക്ഷിക്കുന്നൊരു ദൈവം. അപ്പോസ്തല പ്രവൃത്തി 27-21 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ ഒരു തടവുള്ളിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ കപ്പൽ തകരാൻ പോവുകയാണ്. സൂര്യനെ ചന്ദ്രനെ കാണാൻ കഴിയാതെ ദീർഘനാളുകൾ കഴിയുമ്പോൾ എല്ലാവരും അവരുടെ ദേവനെ വിളിച്ചിട്ട് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയിരിക്കുമ്പോൾ, മരിക്കുമെന്നുള്ള പ്രതീക്ഷ മാത്രം ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിൻ്റെ ആ കപ്പലിലെ റൂമിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറയാം, പൗലോസ് നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ആരുടെയും പ്രാണന ഹാനി വരികയില്ല. ദൂതനെ അയച്ച് അവരെ പുറത്തു കൊണ്ടുവരികയാണ്. ആമേൻ. നിരാശയിൽ നിന്നും തകർച്ചയിൽ നിന്നും ദൂതനെ അയച്ച് പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവം. അതെ, നിങ്ങൾക്ക് വേണ്ടി അവൻ ദൂതനെ അയക്കും. ആമേൻ. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൂതനെ അയക്കുന്ന ദൈവം. ഹാലൽ. വിശ്വസിക്ക്, ദൈവം ദൂതനെ അയക്കും. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, ഭക്തന്മാരെ പുറപ്പെടുവിച്ചവൻ. ആമേൻ. യഹൂദന്മാരുടെയും ശത്രുവിൻ്റെയും എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കി നിങ്ങളെ വിടുവിക്കുവാൻ സമയത്ത് തൻ്റെ ദൂതനെ അയക്കും. ഇന്ന് വിശ്വസിക്ക്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. അവൻ തൻ്റെ ദൂതനെ അയക്കുന്നു. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, തൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി ചാർജ് ആയിട്ട് അവൻ വിട്ടിരിക്കുകയാണ്. ചാർജ് ചെയ്ത് അല്ലേ? അവൻ ചാർജ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ചാർജ് ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുക. നീ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. നിന്നെ സൂക്ഷിക്കുവാൻ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ തളരില്ല, തകരില്ല.
ദൂതന്മാരുടെ കാവലുണ്ട്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശങ്ങൾക്ക് നിന്റെ പ്രിയപ്പെട്ടവർ ഒരു കാരണവശാലും തകരുവാനും തളരുവാനും സമ്മതിക്കാതെ ദൂതന്മാരുടെ കാവലുണ്ട്. കർത്താവെ, കാവൽ മാത്രമല്ല, എല്ലാ ദുഷ്ടന്റെ കർത്താവെ പ്രതീക്ഷകളും പദ്ധതികളെയും ആമേൻ നശിപ്പിച്ച് അതെല്ലാം തകർത്ത് കളഞ്ഞിട്ട് നിന്റെ ജനത്തെ അവർ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൂതനെ നീ അയക്കുന്നതിനായി നന്ദി. ദൂതനെ അയച്ച് നിന്റെ മക്കളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നതിനായി നന്ദി. കർത്താവ് അത്ഭുതം ചെയ്യണം. ഈ മക്കൾക്ക് വേണ്ടി കർത്താവിന്റെ ദൂതനെ ഇറക്കുന്നതിനായി നന്ദി. കൂടെ നിൽക്കണം കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദൂതൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. കർത്താവ് നിങ്ങളെ വിടുവിച്ചെടുക്കും. ഈ സന്ദേശം പതിവ് പോലെ കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.